മികച്ചൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ്. ആൻഡ് ഈ സിനിമയെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഡ്യൂറേഷനാണ്. ആ ഒരു ചെറിയൊരു ഡ്യൂറേഷനിൽ നിന്നുകൊണ്ട് അവർക്ക് പറയേണ്ട ആ സ്റ്റോറിനെ നല്ല മികച്ച രീതിയിൽ തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്രീവിയസ് റിലീസായിട്ടുള്ള ഈ ഒരു ഫ്രാഞ്ചൈസിലത്തെ പ്രെഡേറ്റർ മൂവീസ് കാണുന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് അതൊന്നും അറിയാതെ തന്നെ പോയി ഫ്രഷ് ആയിട്ട് കാണാവുന്ന ഒരു സ്റ്റോറി ആയിട്ട് തന്നെയാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. ആൻഡ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ കഥയെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ട്രിവ്യ നമ്മൾ അന്വേഷിക്കുമ്പോൾ കേട്ട രണ്ട് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു. ഒന്ന്, ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്രാഞ്ചൈസിലത്തെ ഒരു മൂവിയിൽ പ്രിഡേറ്ററിന് മെയിൻ ഫോക്കസ് കൊടുത്തിട്ട് അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പ്രീവിയസ് മൂവീസൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലെങ്കിലും നമുക്ക് കേട്ടൊരു അറിവുണ്ടാവും. ഒരു വില്ലൻ പരിവേഷമായിരിക്കും അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ ഒരു പ്രോട്ടഗോണിസ്റ്റ് റോളിൽ വരുന്നത് ആ ഒരു പ്രിഡേറ്റർ ക്യാരക്ടറാണ്. ആൻഡ് രണ്ടാമത്തത്, ഈ ഒരു സിനിമയിൽ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ആൻഡ് അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. കൂടുതൽ പറഞ്ഞു പോയാൽ അതൊരു സ്പോയിലർ രീതിയിലായി പോകും. സോ മൊത്തത്തിൽ നമുക്ക് ഈ പടം കണ്ടിറങ്ങുമ്പോൾ തന്നെ ആ ഒരു ഒരു ഡ്യൂറേഷനിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് എന്താണോ പറയാനുള്ളത് അത് നല്ല രീതിയിൽ തന്നെ അവർ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലത്തെ ആ ഒരു VFX ആയാലും ശരി, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈൻ, അല്ലെങ്കിൽ ഫർദർ ഒരു ഫ്യൂച്ചറിൽ നടക്കുന്ന സ്റ്റോറി ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം തന്നെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സിനും കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ എൻഡിങ് തന്നെ ഇനിയും ഈ ഒരു ഫ്രാഞ്ചൈസിൽ കൂടുതൽ പടങ്ങൾ വരാനുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റോറി സ്കോപ്പ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ എൻഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ ഈ ഒരു വർഷം തന്നെ റിലീസായതിന്റെ പ്രെഡേറ്റേഴ്സിന്റെ ഒരു ആനിമേഷൻ ഉണ്ടായിരുന്നു, ഒരു ആനിമേറ്റഡ് ഫിലിം ഉണ്ടായിരുന്നു, പ്രെഡേറ്റർ കില്ലർ ഓഫ് ദ കില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് തിയേറ്റർ റിലീസിലേക്ക് വരുമ്പോൾ നല്ലൊരു തിയേറ്റർ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നല്ലൊരു സൗണ്ട് സിസ്റ്റവും നല്ലൊരു പ്രൊജക്ഷനും ഒക്കെ ഉള്ള തിയേറ്റർ തന്നെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഈ വർഷത്തെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവി തന്നെയാണിത്. ആൻഡ് ഈ ഒരു പടത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഡയറക്ടർ തന്നെയാണ് 2022 റിലീസായിരുന്ന പ്രേ എന്ന് പറയുന്ന പ്രെഡേറ്റർ ആ ഒരു ഫ്രാഞ്ചൈസിലത്തെ ഒരു പടം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. OTT കണ്ടിട്ട് പോലും അമ്മാതിരി ഒരു വമ്പൻ പടം തന്നെയാണ് അത് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പടത്തിലേക്ക് വരുമ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി എവിടെയും കുറയാത്ത രീതിയിൽ നല്ല കിടിലനായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ അടുത്തുള്ള നല്ലൊരു തിയേറ്റർ തന്നെ സെലക്ട് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പടം കണ്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തതുണ്ടെങ്കിൽ എന്തായാലും കാണുക.